ഇങ്ങനെ വന്ന് ഒരു ടൂർണമെന്റ് കളിച്ച് പുറത്തായാലും വളരെ പ്രശ്നമുണ്ട്. പക്ഷേ ജയിച്ച ടീമിന് ആശംസകൾ അറിയിക്കുന്നു. ഒരു ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ലെന്നറിയാം. ഈ സംസാരം ഒഴിവാക്കിയിട്ട് സമ്മാനം മേടിക്കാൻ നിൽക്കുന്നറിയാം. കുറെ സമയം കളി കഴിഞ്ഞിട്ട്. എന്നാലും രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ക്രിക്കറ്റിലെ പാഷൻ നോക്കിയപ്പോ എന്നോട് പ്രൊഫഷണൽ കൺട്രോളർമാർ വിളിച്ചിട്ട് എന്നോട് അടുത്ത മാസം പടം ഉണ്ടാകുന്നല്ലേ ചോദിക്കുന്നത്, അടുത്ത മാസം കളി ഉണ്ടാകുന്ന ചോദിച്ചിട്ട് എന്നെ ഇപ്പോൾ പറഞ്ഞു വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ പ്രാന്ത് മൂത്തിട്ട് ഞാൻ മിമിക്രിക്കാർ വെച്ചൊരു ടീമുണ്ടാക്കി. മുംബൈയിൽ നിന്നൊക്കെ ജയിച്ച് അടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ ആദ്യത്തെ ടൂർണമെന്റ് കളിക്കാൻ പോയിട്ട് ഞങ്ങൾ 10 റണ്ണ് എടുത്തത്. അതിന് വേറൊരു കാര്യം, അതിലൊരാൾ 6 കൂടെ അടിച്ചായിരുന്നു. ബാക്കി 9 പേര് കൂടി ഞങ്ങൾ ബാക്കി 4 റണ്ണെടുത്തത്. പക്ഷെ ആ ടീമിനെ വെച്ച് കളിച്ച് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മഹീന്ദ്ര നടത്തിയ 24 ടീം പങ്കെടുത്തതിൽ ഞാനാണ് കപ്പടിച്ചത്. അത്രത്തോളം ക്രിക്കറ്റ് നിശ്ചയിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് നല്ല എവിടെ വന്നാലും കളി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഓടിയെത്തി. നിൽക്കുന്ന പ്ലേയേഴ്സിന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം കൊല്ലത്ത് നിന്ന് വന്നുള്ളൂ. അപ്പൊ എന്തായാലും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സംഘാടകരോട്. അടുത്ത വർഷം ഞങ്ങൾക്കൊരു സംഘടന ഉണ്ട്, മായ എന്ന് പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടനയുണ്ട്. അതിനൊരു ടീമുണ്ട്. ആ ടീമിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇപ്പൊ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. കളി മുടക്കേണ്ട, പണി മുടക്കിയാലും കളി മുടക്കേണ്ട, കളിയുമായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. അടിപൊളി. താങ്ക് യു.